ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുന്നു. മോഹൻ ബഗാനോട് അവരുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് തോൽവി രുചിക്കേണ്ടി വന്നിട്ടുള്ളത്. 2-നെതിരെ 3 ഗോളുകൾക്കാണ് അവർ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ നമുക്ക് ജനിച്ചിരുന്നു. പക്ഷേ പഴയ പല്ലവി തന്നെ അവസാനത്തിൽ 2 ഗോളുകൾ വഴങ്ങിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിജയം കൈവിടുകയായിരുന്നു. മോഹൻ ബഗാൻ ഒരു അതിശക്തമായ തിരിച്ചുവരവാണ് മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരാം. 4 മാറ്റങ്ങളാണ് മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ വരുത്തിയിരുന്നത്. വിപിൻ, കോയഫ്, കോറു സിംഗ്, ഹോർമി എന്നിവർ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടായിരുന്നില്ല. പകരം മിലോസ്, പ്രീതം, ഡാനിഷ്, സഹീഫ് എന്നിവർ സ്റ്റാർട്ടിംഗ് 11-ൽ എത്തുകയായിരുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. നിരവധി ആക്രമണങ്ങൾ സംഘടിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞു. മത്സരത്തിന്റെ 2-ാം മിനിറ്റിൽ നോവയുടെ ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു. അത് മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറായ വിശാൽ കെയ്ത്ത് സേവ് ചെയ്തു. പിന്നീട് 4-ാമത്തെ മിനിറ്റിലേക്ക് വരുമ്പോൾ നോവയുടെ ക്രോസിൽ നിന്ന് ജീസസിന്റെ ഒരു ബാക്ക് ഹീൽ ശ്രമം അദ്ദേഹം നടത്തി. പക്ഷെ അതും വിശാൽ കെയ്ത്ത് കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നീട് 17-ാമത്തെ മിനിറ്റിൽ അവരുടെ താരമായ സുഭാഷിഷിന്റെ ഒരു നിലം പറ്റായുള്ള ഷോട്ട് ഉണ്ടായിരുന്നു. അത് സച്ചിൻ സുരേഷ് കൈപ്പിടിയിൽ ഒതുക്കി എന്നുള്ളതാണ്. 23-ാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാന്റെ മലയാളി താരമായ സഹൽ അബ്ദുസമദ് ഒരു യെല്ലോ കാർഡ് വഴങ്ങി. 25-ാം മിനിറ്റിൽ ഒരു സുപ്രധാന കാര്യം നടന്നു. അതായത് ടോം ആൽഡ്രഡ് അവരുടെ സൂപ്പർ താരമാണ്. അദ്ദേഹം ബോക്സിനകത്ത് വെച്ചുകൊണ്ട് ഒരു ഹാൻഡ് ബോൾ വഴങ്ങുകയായിരുന്നു. അതൊരു ക്ലിയർ പെനാൽറ്റി തന്നെയായിരുന്നു. റഫറിയുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അത് സംഭവിച്ചത്. പക്ഷേ റഫറി അത് പെനാൽറ്റി നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ശരിക്കും ബ്ലാസ്റ്റേഴ്സിന് അർഹമായ ഒരു പെനാൽറ്റിയാണ് അവിടെ നഷ്ടമായത്. പിന്നീട് 28-ാമത്തെ മിനിറ്റിൽ പെട്രറ്റോസിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് സച്ചിൻ സുരേഷ് സേവ് ചെയ്തു. 30-ാമത്തെ മിനിറ്റിൽ ലിസ്റ്റനെ ഫൗൾ ചെയ്തതിന് ഫ്രെഡി ഒരു യെല്ലോ കാർഡ് വഴങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വന്നു. പിന്നീടാണ് മോഹൻ ബഗാന്റെ ഗോൾ പിറന്നത്. 32-ാമത്തെ മിനിറ്റിലാണ് അവരുടെ ആദ്യ ഗോൾ വന്നത്. ആശിഷ് റായുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ സച്ചിൻ സുരേഷിന് കൈപ്പിടിയിൽ ഒതുക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് തട്ടിയിടുകയാണ് ചെയ്തത്. അത് മക്ലാരന്റെ കാലിൽ വന്ന് വീണു. അത് അദ്ദേഹം ഗോളാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് മത്സരത്തിന്റെ 43-ാമത്തെ മിനിറ്റിൽ ജീസസിന് ഒരു സുവർണാവസരം ലഭിച്ചിരുന്നു. പക്ഷേ അത് അദ്ദേഹം പുറത്തേക്കടിച്ച് പാഴാക്കി. അങ്ങനെ ആദ്യ പകുതി പിരിയുമ്പോൾ മോഹൻ ബഗാൻ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ 2-ാം പകുതിയുടെ തുടക്കത്തിൽ അഥവാ 51-ാമത്തെ മിനിറ്റിൽ ജീസസ് ജിമിനസ് ഗോൾ കണ്ടെത്തി. മോഹൻ ബഗാൻ ഗോൾ കീപ്പറുടെയും പ്രതിരോധ നിരയുടെയും ഒരു പിഴവ് മുതലെടുത്തുകൊണ്ടാണ് ജീസസിന്റെ ആ ഒരു ഗോൾ പിറന്നിട്ടുള്ളത്. സമനില ഗോൾ നേടിയതിനു ശേഷം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരന്തരമായ ആക്രമണങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 59-ാമത്തെ മിനിറ്റിൽ നോവയുടെ ഒരു തകർപ്പൻ ഷോട്ട് ഉണ്ടായിരുന്നു. അത് വിശാൽ കെയ്ത്ത് സേവ് ചെയ്തു. 61-ാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാൻ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തി. ലിസ്റ്റൻ ഒരു ഷോട്ട് ഉതിർക്കുകയും ചെയ്തു. പക്ഷെ അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായത് സച്ചിൻ സുരേഷ് തന്നെയാണ്. പിന്നീട് 64-ാമത്തെ മിനിറ്റിൽ നോവ സദോയ് മികച്ച ഒരു ഗോൾ ശ്രമം നടത്തി. നേരിയ വ്യത്യാസത്തിൽ അത് പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 66-ാമത്തെ മിനിറ്റിൽ നോവ മറ്റൊരു ഷോട്ട് ഉതിർത്തു. പക്ഷെ അവിടെയും തടസ്സമായിക്കൊണ്ട് വിശാൽ കെയ്ത്ത് ഉണ്ടായിരുന്നു. പിന്നീട് 76-ാമത്തെ മിനിറ്റിലാണ് മിലോസ് ഡ്രിൻസിച്ചിന്റെ ഗോൾ പിറന്നത്. ആരാധകരെ ആവേശത്തിലാക്കിയ ഒരു ഗോൾ തന്നെയായിരുന്നു അത്. അതായത് വിശാൽ കെയ്ത്തിന്റെ ഒരു പിഴവിൽ നിന്നാണ് ആ ഗോൾ പിറന്നത്. അദ്ദേഹത്തിന് ആ ഒരു ബോൾ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് കൃത്യമായി മുതലെടുക്കാൻ മിലോസ് ഡ്രിൻസിച്ചിന് സാധിച്ചു എന്നുള്ളതാണ്. പിന്നീട് 85-ാമത്തെ മിനിറ്റിൽ മോഹൻ ബഗാൻ സമനില ഗോൾ നേടുകയായിരുന്നു. യഥാർത്ഥത്തിൽ ആഷിഖ് കുരുണിയൻ, പെട്രറ്റോസ് എന്നിവരുടെ ശ്രമഫലമായി കൊണ്ടാണ് കമ്മിങ്സ് ആ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതോടെ 2-2 എന്ന സമനിലയിൽ മത്സരം കലാശിച്ചു. അങ്ങനെ ആ ഒരു സമനിലയിൽ മത്സരം അവസാനിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. 91-ാമത്തെ മിനിറ്റിൽ അഡ്രിയാൻ ലൂണക്ക് യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നു. മത്സരത്തിന്റെ അവസാനത്തിൽ പെപ്രയുടെ പാസിൽ നിന്നും നോവക്ക് ഒരു സുവർണാവസരം ലഭിച്ചിരുന്നു. പക്ഷെ അതും അദ്ദേഹം പാഴാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് മോഹൻ ബഗാന്റെ വിജയ ഗോൾ പിറന്നിട്ടുള്ളത്. ആൽബർട്ടോ റോഡ്രിഗസിന്റെ ആ ഒരു തകർപ്പൻ ഷോട്ട്, ബുള്ളറ്റ് ഷോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വല തുളക്കുകയായിരുന്നു. അവിടെ സച്ചിൻ സുരേഷിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലായിരുന്നു. അതോടുകൂടി മോഹൻ ബഗാന്റെ സ്റ്റേഡിയം ഇളകി മറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ വഴങ്ങുന്ന 7-ാമത്തെ തോൽവി കൂടിയാണിത്. 12 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും പോയിന്റ് പട്ടികയിൽ 10-ാം സ്ഥാനത്ത് തുടരുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.